സർ, സുപ്രീം കോടതിക്കെതിരെ അഗാധമായ പിഴവുകൾ എന്ന ആരോപണവുമായിട്ട് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ വീട്ടിലുണ്ടായ തീപിടുത്തവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ സുപ്രീം കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് വലിയ തോതിൽ പണം കണ്ടെത്തി എന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊളീജിയത്തെ വിമർശിച്ചുകൊണ്ട്, സുപ്രീം കോടതി കൊളീജിയത്തെ വിമർശിച്ചുകൊണ്ട് ഹരീഷ് സാൽവെ ഇങ്ങനെ പറഞ്ഞത്. അഗാധമായ പിഴവുകൾ. എന്തുകൊണ്ടാണ് സാർ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? ലോകോത്തര നിയമപണ്ഡിതനാണ്, ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു ഇത്രയും ഈ നിയമകോവിദനായിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഈ കാലത്ത് ലോകത്ത് തന്നെ ജീവിച്ചിരിക്കില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവിടെ അദ്ദേഹം ഒരു ധാർമ്മിക രോഷമാണ് പ്രകടിപ്പിച്ചത്. അതീവ കോപിഷ്ഠനായിട്ട് ആണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അതായത് അദ്ദേഹം പറയുന്നത് 100% ശരിയല്ലേ? സർ, നിങ്ങളുടെ സ്ഥാനത്ത് ഒരു മന്ത്രിയായിരുന്നു ഇത് അഴിമതി ആരോപണത്തിന് വിധേയനായിരുന്നു. ആ മന്ത്രി പറ്റി മുഖ്യമന്ത്രി പറയുകയാണ്, അദ്ദേഹത്തിനെക്കുറിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തും എന്ന് പറഞ്ഞാൽ ജനങ്ങളെങ്ങനെ, പ്രതിപക്ഷം എങ്ങനെ, ജുഡീഷ്യറി എങ്ങനെ പ്രതികരിക്കും? വെച്ചേക്കുമോ അത് പറഞ്ഞ മന്ത്രിയെ? ഇല്ല, വെച്ചേക്കുമോ? ഒരു നിമിഷം അവിടെ അധികാരത്തിൽ തുടങ്ങാൻ മണിക്കൂറിനകത്ത് രാജ്യം. കാരണം ആഭ്യന്തര വകുപ്പ് അന്വേഷണം എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഇന്ത്യൻ എക്സിക്യൂട്ടീവാണ് അന്വേഷണം നടത്തേണ്ടത്. അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കണം അവർക്ക്. എന്നിട്ട് ജുഡീഷ്യറി എന്താ ചെയ്തത്? കുഴപ്പമൊന്നുമില്ല, ഇദ്ദേഹത്തിനെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് അങ്ങ് മാറ്റാം, ലാഘവത്തോടൊരു നടപടി. അപ്പോഴാണ് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം ഹരീഷ് സാൽവെ എന്ന് പറയുന്ന ഈ ജൂറിസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹം കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇദ്ദേഹത്തിനെ നിങ്ങൾ എന്തിനാ അലഹബാദിലേക്ക് മാറ്റുന്നു? ചോദ്യം ഒന്ന്. അലഹബാദിലേക്ക് നിങ്ങൾ മാറ്റുന്നത് എന്തിനാ? വളരെ ശരിയായ ആൾക്കറിയാം എന്തിനാ നിങ്ങൾ മാറ്റുന്നത്. കുഴപ്പമില്ലെങ്കിൽ ഇവിടെ തന്നെ തുടരട്ടെ. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ പിന്നെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം സുപ്രീം കോടതിയിൽ തുടരാൻ അയോഗ്യനും അലഹബാദിൽ പോകാൻ യോഗ്യനുമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ രണ്ട് ഇന്ത്യൻ ഭരണഘടനയല്ലേ നടപ്പാക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത് കോടതി. ഇവിടെ അദ്ദേഹം അയോഗ്യൻ, അവിടെ യോഗ്യൻ. മറ്റൊരു രാജ്യമാണോ അത്? അതോ ഒരു ജയിലിൻ്റെ ഭാഗമാണോ അത്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ആഴത്തിലുള്ള കുഴപ്പങ്ങൾ, ആഴത്തിലുള്ള പിഴവുകളുണ്ട്, ഡീപ്പ് ഫിഷേഴ്സ് ഇൻ ദ സിസ്റ്റം. ഇത് ജനാധിപത്യത്തെ തകർക്കുന്നതാണ്. വളരെ കോപാകുലനായിട്ടാണ് പറഞ്ഞത്. കാരണം വളരെ അന്യായവും ഒരിക്കലും നീതീകരിക്കാനാകാത്തതുമായിട്ടുള്ള തീരുമാനമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്? ഏതെങ്കിലും പോലീസ് അന്വേഷിച്ചല്ല. ജഡ്ജിയുടെ വീട്ടിൽ പോലീസ് പോയി കഴിഞ്ഞാൽ പോലീസ് ജയിലിൽ പോയി കിടക്കും. അതാണ് സ്ഥിതി. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്, അവിടെ ഒരു തീപിടുത്തമുണ്ടായി. തീപിടുത്തം നിയന്ത്രിക്കാൻ പോയ അഗ്നിശമന സേനാംഗങ്ങളാണ് കോടിക്കണക്കിന് രൂപയുടെ നോട്ട് അവിടെ കണ്ടെത്തിയത്. കുറച്ചൊക്കെ കത്തിപ്പോയി കാണും. അതിനാണ് പോലീസ് ഫയർഫോഴ്സിനെ വിളിച്ചത്. പക്ഷേ സാർ, ഒരു വശത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പം ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത് ഈ അഗ്നിശമന സേനാംഗങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ മേധാവി, ഡൽഹിയിലെ മേധാവി പറയുകയാണ്. അപ്പോൾ ഇതേക്കുറിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു പരാതിയോ ഒരു ആക്ഷേപമോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഈ വാർത്ത എവിടെ സോഴ്സ് എന്താണ്? കണ്ടുപിടിക്കണം. അവരെ ഇന്ത്യൻ ജുഡീഷ്യറിയെ ഇങ്ങനെ അധിക്ഷേപിച്ചവരെ പിടിച്ച് ജയിലിലിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കാമല്ലോ. കാരണം നമ്മുടെ സിസ്റ്റത്തെയാണത് ചോദ്യം ചെയ്യുന്നത്. അനാവശ്യമായിട്ടൊരു ജഡ്ജിയുടെ പേരിൽ അദ്ദേഹത്തിനെ ഒരു പക്ഷേ മാനം കെടുത്തുന്ന ഒരു വാർത്ത, നാണം കെടുത്തുന്നതും മാനഹാനിക്കുള്ള കേസ്. ഇങ്ങനെ ഒരു സംഭവം പുറത്തു വന്ന ഉടനെ തന്നെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള കൊളീജിയം യോഗം ചേരുകയും ഈ ജഡ്ജിയെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി, ഇനി ഞങ്ങളത് പരിശോധിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെ എതിർത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഹരീഷ് സാൽവെ രംഗത്ത് വന്നത്. അദ്ദേഹം ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞത്. ഈ ഇത്ര അഗാധമായ പിഴവുകൾ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇതിൻ്റെ കല്ലും നെല്ലും തിരിയണ്ടേ? ഇതിനകത്ത് വാസ്തവം, സത്യം എന്താണെന്ന് ജനം അറിയണ്ടേ? ഇങ്ങനെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന്, അതും ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ഇത്രയും നോട്ടുകെട്ടുകൾ കിട്ടി എന്ന വാർത്ത പ്രചരിപ്പിക്കാൻ ആർക്കാണ് ധൈര്യം കിട്ടിയത്? അത് വാസ്തവത്തിൽ അന്വേഷിക്കേണ്ടതല്ലേ സാർ? അവിടെ അല്ല പ്രശ്നം. ഇങ്ങനൊരു വാർത്ത പരന്നിട്ടുണ്ട്. ആ പരന്നു കഴിഞ്ഞപ്പോൾ, അത് ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹരീഷ് സാൽവെ ചോദിക്കുന്നത്,
നിങ്ങൾ ഏതെങ്കിലും മന്ത്രി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനൊരു അന്വേഷണം നടത്താൻ ആ ആളിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണ വിധേയമാക്കുകയില്ലേ? അതല്ലേ നിങ്ങൾ എപ്പോഴും ശുപാർശ ചെയ്യുന്നത്? അതെ, കോടതിയുടെ വിധികൾ അങ്ങനെ ആ ആളിനെ അപ്പൊ തന്നെ മാറ്റി സസ്പെൻഡ് ചുമതലയിൽ നിന്ന് മാറ്റി ഡിസ്മിസ് ചെയ്യണ്ട, സസ്പെൻഡ് ചെയ്തിട്ട് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണ്ടേ? അതെ, ഇദ്ദേഹത്തെ എന്തുകൊണ്ട് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിച്ചുകൂടാ? ഇദ്ദേഹം നടത്തുന്ന ഒരു വിധി പ്രസ്താവം സംശയത്തിന് അതീതമായിരിക്കുമോ? ഇതാണ് പ്രസക്തമായ ചോദ്യം. ഹരീഷ് സാൽവെ 100% ശരിയാണ്. 100 മാർക്ക് 100-ൽ 100 മാർക്ക് വിട്ടു കൊടുത്തേ പറ്റൂ നമുക്കതിന്. അപ്പൊ അതാണ് കോപത്തോടെ അദ്ദേഹം ചോദിച്ചത്. സാർ, അതിന്റെ മറുവശത്ത് നമ്മുടെ ജുഡീഷ്യറിയെ ആക്ഷേപിക്കാനാണ് ശ്രമമെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അല്ലാതെ അന്വേഷണത്തിലൂടെ അല്ലേ പുറത്തു വരൂ. സത്യം നമുക്കറിയില്ല, ജഡ്ജിമാർക്കും അറിയില്ല. അങ്ങനെ അന്വേഷണം നടത്താതെ പറയാൻ പറ്റില്ല. എവിടുന്നാണ് ഈ പ്രചാരണം ആരംഭിച്ചത്? അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കണം. ഒന്നുകിൽ ആ സോഴ്സിനെ ശിക്ഷിക്കണം, ഇല്ലെങ്കിൽ രണ്ടാമത് അത് ശരിയാണെന്നുള്ള കുറ്റം ചെയ്തതെന്ന് തെളിയേണ്ടതുണ്ട്. ഇപ്പൊ രണ്ടും, വാർത്തയും അതുപോലെ ജഡ്ജിയും സംശയത്തിന്റെ നിഴലിലാണ്. രണ്ടുപേരെയും അന്വേഷണ വിധേയമാക്കണം. ആരാണോ കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തുന്നത് ആ ആളിനെ ശിക്ഷിക്കണം. അതിന് പറ്റുന്നത് കോടതിയുടെ മറ്റ് അന്വേഷണ ഏജൻസിയെ വയ്ക്കട്ടെ. കോടതി സ്വന്തമായിട്ട് അമിക്കസ് ക്യൂറിയെ വെക്കാറുണ്ടല്ലോ, അതുപോലെ അന്വേഷിക്കട്ടെ. അദ്ദേഹം അതും പറയുന്നുണ്ട്. ഇദ്ദേഹം നമ്മുടെ ഈ പറഞ്ഞ പോലെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയ ജഡ്ജി അദ്ദേഹം നിരപരാധിയാണ്, ഇത് വെറുതെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തയാണെങ്കിൽ അത് ആളുകളോട് തുറന്ന് പറയണം. അതിനുള്ള ചങ്കൂറ്റം കൊളീജിയം കാണിക്കണം. ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം വളരെ പറയുന്നില്ല. ഇദ്ദേഹം വളരെ കോപിഷ്ഠനായിട്ടൊക്കെയാണ് ഇദ്ദേഹം ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നത്. ഹരീഷ് സാൽവയുടെ സ്വഭാവം അങ്ങേക്ക് അറിയാം. അദ്ദേഹം രൂക്ഷമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ്. എന്തായാലും ഒരു ഏജൻസിയുടെ അഴിമതി വിരുദ്ധ അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇത് കേവലം ഏതെങ്കിലും ഒരു ഏജൻസി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് റെയ്ഡ് ചെയ്ത് കണ്ടുപിടിച്ചതല്ല. അവിടെ ഒരു സംഭവം ഉണ്ടായി, അതിനെ തുടർന്ന് അവിടെ എത്തിയ ഈ പറഞ്ഞ അത്യാഹിതം ഒഴിവാക്കാനും അത് നിയന്ത്രിക്കാനും വേണ്ടി അവിടെ എത്തിയ ഏജൻസിയിലെ അംഗങ്ങളാണ്, സേനാംഗങ്ങളാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കൊളീജിയം ഒരു കൃത്യമായ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ്. മുൻ സോളിസിറ്റർ ജനറലാണ് ഇദ്ദേഹം, കുറഞ്ഞ മനുഷ്യനൊന്നും അല്ല അദ്ദേഹം. നിയമം അതിന്റെ വശങ്ങൾ അരച്ചു കലക്കി കുടിച്ചിട്ടുള്ള തന്നെയാണല്ലോ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോയി ഇന്ത്യക്ക് വേണ്ടി വാദിച്ച് ജയിച്ച് അതിന് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാതിരുന്ന ആളാണ് അദ്ദേഹം. ലണ്ടനിലൊക്കെ വളരെ ആദരിക്കപ്പെടുന്ന ഒരാളാണ്. ലണ്ടനിൽ കേസുകൾ വാദിക്കാൻ അദ്ദേഹം പോകാറുണ്ട്. അന്താരാഷ്ട്ര പ്രശസ്തനായിട്ടുള്ള, അല്ല ഇവിടുത്തെ ചുമ്മാതെ ഇടയ്ക്കിടയ്ക്ക് പൊതു താല്പര്യാർത്ഥി എന്ന് പറഞ്ഞ പ്രശാന്ത് ഭൂഷണെ പോലുള്ള ഒരു വിവരദോഷിയൊന്നും അല്ല ഇദ്ദേഹം. അത് ഒരു ജഡ്ജി ആവാൻ എത്രയോ ജഡ്ജിയുടെ പദത്തിന് അപ്പുറമെത്താൻ യോഗ്യമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അവിടെ ജഡ്ജിയായിട്ടിരിക്കാൻ പോലും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ പറയുന്നത് നമുക്ക് നിസ്സാരമൊന്നും കരുതാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഈ അമിക്കസ് ക്യൂറിയും അല്ല പരിഹാരം, അത് തെറ്റാണ്. അമിക്കസ് ക്യൂറിയും അല്ല ഇതിന്റെ അർത്ഥം. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ അർത്ഥം നമ്മളിപ്പോൾ പിന്തുടരുന്ന ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും വരിക? അല്ല, സിസ്റ്റമിക് എററുണ്ട് ഇവിടെ. കൊളീജിയം സിസ്റ്റം ശരിയല്ല. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ നിങ്ങൾ കുറ്റമറ്റ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണല്ലോ ഒരു സിസ്റ്റം. അതിൽ ഈ സിസ്റ്റത്തിന് പിഴച്ചിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് സംശയമെങ്കിലും ഉളവാക്കുന്ന ജഡ്ജിമാരെ നിങ്ങൾ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സിസ്റ്റമിക് എററാണ്, ആ സിസ്റ്റത്തിന് തന്നെ തകരാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ജഡ്ജിമാരെ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അതുണ്ടാവണം. ഇത് ഒരിക്കലും ഇത് തെറ്റാണ് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അതിനുള്ള പരിഹാരവും കൂടി ഉണ്ടാകേണ്ടതാണ്. റെമഡിയൽ മെഷേഴ്സ് ഉണ്ടാകും. സാർ, ഈ അന്വേഷണം വരികയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ളതായിരിക്കും? ഒരു ജുഡീഷ്യൽ അന്വേഷണമായിരിക്കുമോ നടക്കുക ഈ സംഭവത്തെക്കുറിച്ച്? എനിക്ക് തോന്നുന്നു ഒരു അന്വേഷണം ഇവർ സമ്മതിക്കില്ല. കാരണം ഈ കൊളീജിയം സിസ്റ്റം മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിച്ചില്ലല്ലോ. ഒരന്വേഷണം സമ്മതിക്കില്ല. അവരെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും അവർക്ക് സ്വീകാര്യമല്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് ഈ കൊളീജിയം സിസ്റ്റത്തിൻ്റെ ഡീപ്പ് എറർ എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.